നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മകൾ ഉണർത്തി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. കാട്ടാന മഞ്ഞക്കൊമ്പന് തുമ്പിക്കൈക്ക് പരിക്ക്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ചളിങ്ങാട് റോഡരികിൽ ഇറക്കിയിട്ടുള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മകൾ ഉണർത്തി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. വിഷു ആഘോഷത്തിനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിഷു വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് വിഷുക്കണി ഒരുക്കാനുള്ള കണിവെള്ളരിക്കും കണിക്കൊന്ന പൂക്കളും വാങ്ങാനുള്ള തിരക്ക്. പടക്ക വിപണിയിലും തിരക്ക് അനുഭവപ്പെട്ടു. ശബ്ദത്തേക്കാൾ ഉപരി വർണ്ണമനോഹാരിത നൽകുന്ന പുതുപുത്തൻ മോഡലുകളാണ് ഇത്തവണ വിപണി കീഴടക്കുന്നത്. പച്ചക്കറി വിപണിയിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിഷുവിനോടനുബന്ധിച്ച് പച്ചക്കറികൾക്ക് വില അല്പം കൂടിയിട്ടുണ്ട്. ഇത്തവണ വിഷു വിപണി വാഴ കർഷകരെയാണ് ബുദ്ധിമുട്ടിലാക്കിയത്. മുൻ വർഷങ്ങളിൽ 100 രൂപയ്ക്ക് വരെ വിറ്റിരുന്ന നേന്ത്രക്കായ ഇപ്പോൾ 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവാഘോഷമായ വിഷു കർഷകന്റെ വിയർപ്പിന് വില ലഭിക്കുന്ന വിളവെടുപ്പ് കാലം കൂടിയാണ്. കാട്ടാന മഞ്ഞക്കൊമ്പന് തുമ്പിക്കൈക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര ചൊക്കനയിലെ വനത്തിൽ നിൽക്കുമ്പോഴാണ് ആനയുടെ തുമ്പിക്കൈയിൽ കൊമ്പിനടുത്ത ഭാഗത്ത് മുറിവ് കണ്ടെത്തിയത്. മറ്റാനകളുമായി കൊമ്പ് കോർത്തപ്പോൾ പരിക്കേറ്റെന്നാണ് സൂചന. മഞ്ഞക്കൊമ്പൻ ഇപ്പോൾ മതപ്പാടിലാണ്. ഷോളയാറിൽ കഴിഞ്ഞ മാസം പ്രത്യക്ഷപ്പെട്ട കൊമ്പൻ വിനോദയാത്രക്കാരന്റെ കാർ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. മതപ്പാടുള്ള വേളയിൽ ആനയെ ചൊക്കന വനാന്തരത്തിലാണ് കാണാറുള്ളത്. പൊകലപ്പാറ അതിരപ്പള്ളിയിൽ നേരത്തെ 3 പേരുടെ മരണം മഞ്ഞക്കൊമ്പന്റെ ആക്രമണത്തിലാണെന്ന പ്രചരണം നിലവിലുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ ആരോപണ വിധേയരായ അധ്യാപകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കൊലക്കുറ്റത്തിന് ജയിലിൽ അടക്കണമെന്ന് പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. റഫീഖ് വൈപ്പീസ് അധ്യക്ഷത വഹിച്ചു. റഫീഖ് ആദിക്കോട്, അർഷാദ് മതിലകം, നിഷാദ് മതിൽമൂല, സയ്യിദ് ഇസഹാഖ്, പി എ കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. ഈ സവർണ മാടമ്പി ബോധം നമ്മളുടെ കേരളത്തിന്റെ തെരുവുകളെ കീഴടക്കി കഴിഞ്ഞോ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ്. ചളിങ്ങാട് റോഡരികിൽ ഇറക്കിയിട്ടുള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. ചളിങ്ങാട് പള്ളിക്ക് സമീപം റോഡിന്റെ ഇരുവശത്തുമായാണ് 500 mm DA പൈപ്പ് മാസങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ടത്. റോഡിന്റെ 2 വശത്തും പൈപ്പ് ഉള്ളതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ പൈപ്പിലിടിച്ച് അപകടം സംഭവിക്കുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം കാറും ബൈക്കും പൈപ്പിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. കാലഹരണപ്പെട്ട കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് പൈപ്പ് ഇറക്കിയിട്ടുള്ളത്. 13 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 28 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെരിയാനം സ്വദേശി പുത്തുപുരയ്ക്കൽ സായൂജിനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സൈദു മോഹൻ ശിക്ഷിച്ചത്. 2018 കേസിനാസ്പദമായ സംഭവം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി. മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ തളിക്കുളം സ്വദേശി ദാസനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് മത്സ്യബന്ധനത്തിന് കടലിൽ പോയതാണ്. കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. സ്പീഡ് ബോട്ടിൽ കരയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാരമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 യുവാക്കൾ മരിച്ചു. സംസ്ഥാനപാത കാരമുക്കിൽ മാങ്ങാട്ടുകർ റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽ കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 അപകടം. വടനപ്പള്ളി ഭാഗത്തുനിന്ന് വന്നിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടുകയും
പിന്നീട് വൈദ്യുതി പോസ്റ്റ് ഇടിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ട ആക്രമണം നടത്തിയെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് 11ാം വാർഡ് മെമ്പർ മിനി ജോസ്. കഴിഞ്ഞ ദിവസം കീഴ്പള്ളിക്കര അഴിമാവിൽ 11ാം വാർഡ് മെമ്പറായ മിനി ജോസിന്റെ നേതൃത്വത്തിൽ മാനസിക രോഗിയായ അജയന് നേരെ ആൾക്കൂട്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ആരോപിച്ച് അജയന്റെ സഹോദരങ്ങൾ പത്രസമ്മേളനം നടത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വാർഡ് മെമ്പർ മിനി ജോസ്. തനിക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് താൻ ചെയ്തതെന്നും ഞാനോ എൻ്റെ അറിവിലോ ആരും സംഘം ചേർന്ന് അജയനെ ആക്രമിച്ചിട്ടില്ലെന്നും മിനി ജോസ് വ്യക്തമാക്കി. 11ാം വാർഡിൽ 3 തവണയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മിനി ജോസ് വിജയിച്ചതിന്റെ പേരിൽ നിരന്തരം രാഷ്ട്രീയപരമായി വേട്ടയാടപ്പെടുന്നുണ്ടെന്നും മിനി ജോസ് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ആളെന്ന് വെച്ചാൽ അക്രമം കൂടി, ആരെ കണ്ടാലും തല്ലാനും അല്ലെങ്കിൽ ആയുധം നമ്മുടെ ഇടയ്ക്ക് ചോദിക്കും എന്തിനെ കത്തിയൊക്കെ കൊണ്ട് നടക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും അത് പുറം മാന്താനാണെന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയാം. എന്നോട് വൈരാഗ്യം തോന്നുന്നത് വെച്ചാൽ നമ്മളോട് ജനങ്ങളോട് പരാതി പറയുമ്പോൾ നമ്മളാളോട് പറയും അജേട്ടൻ എന്ത് ഇങ്ങനെ ചെയ്യണേ, അജേട്ടൻ വീട്ടിലിരുന്ന പോലെ ഭക്ഷണം വേണമെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരും. ഇതൊക്കെ പറയുമ്പോൾ ആരാണോ നമ്മൾ ആളുടെ അടുത്ത് പരാതി പറയണേ അവരുടെ വീട്ടിൽ പോയിട്ട് ആക്രമിക്കാൻ നോക്കും. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബാത്റൂമിൻ്റെ ചില്ല് അടച്ചിട്ടുണ്ട്, ഞാനൊരു പരാതിയും അതിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ അതിന് ശേഷം അല്ല ചില്ല് ആക്കിയിട്ടുള്ളത് അതിന് മുന്നാണ്, നമ്മളൊരു പരാതി ഇതുവരെയും കൊടുത്തിട്ടില്ല. മാനസിക രോഗിയായ അജയൻ നാട്ടുകാരുടെ വാഹനങ്ങൾ കേടുവരുത്തുകയും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പരാതിയുമായി ജനങ്ങൾ വാർഡ് മെമ്പറായ മിനി ജോസിനെ സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ജനങ്ങൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നല്ലാതെ മെമ്പറായ മിനി ജോസ് അജയനെതിരെ ഒരു പരാതിയും ഇതുവരെ പോലീസിൽ നൽകിയിട്ടില്ലെന്ന് മെമ്പർ വ്യക്തമാക്കി. പറയുന്നത് എൻ്റെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ സഹായിക്കാൻ മാത്രമാണ് നിന്നിട്ടുള്ളത്. പലതവണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കാൻ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ കാറ് തല്ലി പൊളിച്ചന്ന് പിറ്റേ ദിവസം അവർ നമ്മുടെ അടുത്തേക്ക് അവർ ജനപ്രതിനിധിയുടെ അടുത്ത് അവർ പരാതി പറയാൻ അവർ വരുമല്ലോ. ആ കുട്ടികൾ 2 പേര് വന്നിട്ടുണ്ടായി. അവരെ കൂടെ അന്തിക്കാട് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കാനായിട്ട് പോയില്ല. അവിടെ നമ്മൾ വാക്കാലെ ഈ കട പൊളിച്ച കാര്യം പാർട്ടിയുടെ കൂടി വെച്ച കഥയൊക്കെ പറഞ്ഞു എന്നതല്ലാതെ നമ്മളൊരു പരാതി ഞാനായിട്ട് കൊടുത്തിട്ടില്ല. തന്റെ വീടിന്റെ ചില്ലുകൾ തകർക്കുകയും പലചരക്ക് കടയുടെ പൂട്ടുപൊളിച്ച് സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടും മാനസിക രോഗിയും പരസഹായത്തിന് ആരും ഇല്ലാത്ത വ്യക്തി എന്ന നിലയിലും താൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും വീട്ടുകാരോ ബന്ധുക്കളോ സഹായത്തിനില്ലാതായതോടെ ഒരു തവണ മെമ്പറായ തന്റെ നേതൃത്വത്തിലാണ് അജയൻ ഇരിഞ്ഞാലക്കുടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതെന്നും എന്നാൽ ബൈസ്റ്റാൻഡറായി വീട്ടുകാരോ ബന്ധുക്കളോ ആരും നിൽക്കാൻ തയ്യാറാവാത്തതോടെ അവിടെ നിന്നും തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നും മിനി ജോസ് വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ അവരെ ഈ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ടും നമ്മളാണ് ഇവരെ പല മേഖലകളിലും കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. സഹായിക്കുന്ന ഒരാളാണ് സൃഷ്ടിക്കാനായിട്ട്. പെരിങ്ങോട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, വാർഡ് മെമ്പർ മിനി ജോസ്, ബൂത്ത് പ്രസിഡന്റ് അനിൽ ചക്കാണ്ടി, അജയന്റെ സഹോദരന്റെ മകളായ റീജ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ BR അംബേദ്കർ 135ാം ജന്മദിനാചരണം താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ജന്മദിനാചരണം DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, KS പോൾ, പുലിക്കോട്ടിൽ, അശോക് കോമത്തുകാട്ടിൽ, സജി തച്ചപ്പുള്ളി, ഡെയ്സി പോൾസർ, ഷീജ ജോഷി, TV വിജയകുമാർ, രേണുക റിജു, റീജ ചന്ദ്രൻ, അനിൽകുമാർ ചക്കാണ്ടി എന്നിവർ പ്രസംഗിച്ചു. സാഹചര്യങ്ങളോട് പോരാടി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ നീതിന്യായ വകുപ്പ് മന്ത്രിയായി ഇന്ത്യയുടെ നേരത്തെ ആൻഡോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ലോകോത്തര ഭരണഘടനയിൽ മറ്റു രാജ്യങ്ങൾക്കൊന്നും മാതൃകയാകുന്ന രീതിയിലുള്ള ഭരണഘടന നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുകയും ആ കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതൊക്കെ നമുക്കൊരു മാതൃകയാണ്. ആളൂർ പഞ്ചായത്തിലെ വടുവൻതോട്ടിൽ അനധികൃത തടയണ കെട്ടിയതിനെ തുടർന്ന് 75 ഏക്കറോളം സ്ഥലത്ത് ഒരാഴ്ചയായി കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ടുയർന്നതോടെ കൃഷികൾ നശിച്ചെന്ന് കർഷകർ. വ്യക്തികൾ അനധികൃതമായാണ് തടയണ കെട്ടുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും കർഷകർ ആരോപിച്ചു. വലതുകര കനാലിലെയും ബ്രാഞ്ച് കനാലിലെയും ചോർച്ചയും ഉറവും ജലവും ഒഴുക്കി പോകുന്നതാണ് വടുവൻതോട്. ഈ തോട്ടിൽ ഒരു പതിറ്റാണ്ടോളമായി അനാവശ്യമായി തടയണ കെട്ടി കൃഷിക്ക് നാശമുണ്ടാക്കുന്നു എന്നാണ് പരാതി. എല്ലാ വർഷവും വെള്ളക്കെട്ടിൽ കൃഷിനാശം ഉണ്ടാകുന്നതിനാൽ കർഷകരിൽ ഏറെ പേരും സ്ഥലം
തരിശിട്ടിരിക്കുകയാണ്. എന്നാൽ ചുരുക്കം ചില കർഷകർ ലക്ഷങ്ങൾ മുടക്കി ഇത്തവണയും കൃഷി ഇറക്കിയിട്ടുണ്ട്. ഈ കൃഷികളും കൃഷിഭവന്റെ സഹായത്തോടെ ഇറക്കിയ കൃഷികളും ഒരാഴ്ചയായി വെള്ളക്കെട്ടിലാണ്. 1995 വരെ നെൽകൃഷി ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ, കപ്പ, മറ്റ് പച്ചക്കറി കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. തടയണ കിട്ടുന്നതിനെതിരെ നിരവധി പരാതികളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും അനധികൃതമായി കിട്ടുന്ന തടയണ എത്രയും വേഗം തുറന്ന് കൃഷിനാശം ഒഴിവാക്കി കർഷകരെ സംരക്ഷിക്കണമെന്നും കർഷക സമര സമിതി സേനാ നേതാവുമായ രാമൻ എമ്പ്രാന്തിരി, മടത്തിപ്പറമ്പിൽ അന്തോണിക്കുട്ടി, എടത്താടൻ സജീവൻ, മല്ലിക അർജുൻ, മാളക്കാരൻ ഷാജൻ എന്നിവർ ആവശ്യപ്പെട്ടു. കുടിവെള്ളത്തിനായാണ് ചിറകിട്ടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പരിഹാരം കാണുമെന്നും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മകൾ ഉണർത്തി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. കാട്ടാന മഞ്ഞക്കൊമ്പന് തുമ്പിക്കൈക്ക് പരിക്ക്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ചളിങ്ങാട് റോഡരികിൽ ഇറക്കിയിട്ടുള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.